السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. مولده بمكة الأمينة، وفاته بطيبة المدينة، أتم قبل الوحي 40، وعمره قد جاوز 60. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാൻ്റെ ദുനിയാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന വിഷയം. നേരത്തെ ഇബാദിൻ്റെ വേദികളിൽ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക്, ദഅവാ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിരുന്ന ഒരു മജ്ലിസാണ് യഥാർത്ഥത്തിൽ നഫ്ഹത്തു ത്വയ്യിബ എന്ന പദ്ധതി. ആശിഖായ ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിൻ്റെ അല്ലഫൽ അലിഫ് എന്ന ബൈത്ത് ചൊല്ലി ദുആ ചെയ്യുന്നതാണ് ആ മജ്ലിസ്. ഇഷ്ക് യഥാർത്ഥത്തിൽ സംസ്കരണത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണ്. എല്ലാ വഴിയുള്ള സ്ഥലത്തേക്കും എളുപ്പവഴി ഉണ്ടാവും. സ്വർഗത്തേക്ക് വഴിയുണ്ട്, അതുകൊണ്ട് സ്വർഗത്തേക്ക് എളുപ്പവഴിയുണ്ട്. സ്വർഗത്തേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയായി എനിക്ക് തോന്നിയത് ഉമ്മയാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ വഴിയുള്ള സ്ഥലത്തേക്കും എളുപ്പവഴി ഉണ്ടാവും. തസ്കിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എളുപ്പവഴി ഇഷ്കാണ്. ഇഷ്കിൻ്റെ മജ്ലിസുകളും ഇഷ്കിൻ്റെ പാടലുകളും ഇഷ്കിൻ്റെ പറയലുകളുമൊക്കെയാണ്. ഈ ടെൻഷനുള്ള ഏത് സമയത്തും ഒരു 2 വരി ബൈത്ത് ഇല്ലാൽ, അല്ലെങ്കിൽ 2 വരി ബൈത്ത് കേട്ടാൽ ആ ടെൻഷൻ തീരുന്നതാണ്. ദുന്യാവിൽ വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ ടെൻഷൻ അനുഭവിച്ചപ്പോൾ ഒരു പാട്ട് പാടി തന്നിരുന്നു. ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, ഒന്ന് പാടിയൊക്കെ നമുക്ക് എല്ലാവരും കൂടി. ഈ സദസ്സൊന്ന് ഇളകിക്കോട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അലൽ അലിയാൽ അവല സുതുരി ബിസ്മി ലൈബദ് അൽ ഖാലിഖാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്ത് മുഅ്മിനീങ്ങളുടെ ഈമാൻ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി സൂഫികൾ ആവിഷ്കരിച്ചത് 2 പ്രധാനപ്പെട്ട വഴികളാണ്. ഒന്ന്, മഹാനായ ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ പോലെയുള്ള ആളുകൾ ആവിഷ്കരിച്ച വലിയ ഇൽമിൻ്റെ പ്രധാനപ്പെട്ട വഴി. ഖാദിരിയത്തിൽ ധാരാളം ഇൽമുകളെ കാണാൻ പറ്റും. ഖാദിരിയത്തിൻ്റെ വിജ്ഞാനങ്ങളൊക്കെ വലിയ ഭാരമുള്ള വിജ്ഞാനങ്ങളാണ്. ഖാദിരിയത്തിൻ്റെ അദ്കാറുകളും വലിയ ഭാരമുള്ളതാണ് എന്ന് കാണാം. അതുകൊണ്ടാണ് ഖാദിരിയത്തിൻ്റെ വഴികളിൽ വളരെ വലിയ ദിക്റുകളും വളരെ വലിയ ഇൽമിൻ്റെ മജ്ലിസുകളൊക്കെ നടക്കുമ്പോൾ മനുഷ്യന്മാർക്ക് ദഹനശക്തി വളരെ കൂടുതലായിരിക്കും. കഴിച്ച ഭക്ഷണമൊക്കെ വേഗം ദഹിക്കും. അതുകൊണ്ട് ഖാദിരിയ ഹൽക്കുകളോടനുബന്ധിച്ചൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുകയും നന്നായി ഭക്ഷണം പാചകം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സംവിധാനം വന്നു.
ഇന്ന് ദിക്റും ഹൽഖി ഇൽമൊക്കെ പോയിട്ട് ഭക്ഷണം മാത്രമായിട്ട് ഖാദിരിയയിലെ പല ഭാഗങ്ങളും അവശേഷിച്ചു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ മഹാനായ ഗൗസുൽ ആലമിനെ പോലെ ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ശ്രേണിയിൽ പ്രധാനമായും സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഇഷ്കിൻ്റെ മജ്ലിസുകളാണ് എന്ന് കാണാം. കേരളീയരുടെ ഈമാൻ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മഖ്ദൂമുമാർ ഇഷ്കിൻ്റെ സദസ്സുകൾ സംഘടിപ്പിച്ചു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മങ്കൂസ് മൗലിദുകളും മറ്റും വിരചിതമായതും. അത് മുതഅല്ലിമീങ്ങളാൽ തന്നെ ഓതി പാരായണം ചെയ്ത് ഭക്ഷണം കഴിച്ച് അങ്ങനെ നാടുകളിൽ പോയി വീടുകളിൽ പോയി ദുആകൾ നടത്തി സദസ്സുകൾ നടത്തി ഈമാനെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്തിട്ടുള്ളത് എന്നു കാണാം. ഒരു കാര്യം ഞാൻ ഈ സദസ്സിൽ പറയുന്നത് ഇങ്ങനെയാണ്. മദീന എന്ന് പറയുന്നതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ത്വയ്ബ അല്ലെങ്കിൽ ത്വയ്യിബ അല്ലെങ്കിൽ തോബ എന്നെല്ലാം പറയുന്നത്. മദീന എന്ന് പറയുന്നത് ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. എല്ലാ ടെൻഷനും തീരാൻ മദീനത്തേക്ക് പോയാൽ മതി എന്നാണ്. ഭൂമിയിലെ ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഫ്ളലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന. ഭൂമിയുടെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാകുന്നു. ഏത് മണ്ണിലാണോ ഒരാൾ ജീവിക്കുന്നത് ആ മണ്ണിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുമെന്നാണ്. അള്ളാഹിൻ്റെ ദുനിയാവിലെ ഏറ്റവും നല്ല സ്വഭാവക്കാർ മദീനക്കാരാണ്. അള്ളാഹുവിൻ്റെ ദുനിയാവിലെ ഏറ്റവും നല്ല ഈത്തപ്പഴം മദീനയുടെ ഈത്തപ്പഴമാണ്. ഒരു മണ്ണിൻ്റെ സ്വഭാവം എപ്പോഴും ഉണ്ടാവും. ജാമിഅ നൂരിയ അറബിക് കോളേജിൻ്റെ സന്തതികൾക്കുള്ള പ്രത്യേകത ഈ മണ്ണിൻ്റെ പ്രത്യേകത തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് മണ്ണിനും ആ മണ്ണിൻ്റെതായ പ്രത്യേകതകളുണ്ട്. മദീനയുടെ മണ്ണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മക്കയെ സ്നേഹിക്കുന്നതിനേക്കാൾ മദീനയെ സ്നേഹിക്കാമെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ദുആ ചെയ്തു. അല്ലാഹുമ്മ അഹ്ബിബ് ഇലൈനൽ മദീനത കമാ അഹ്ബബ്ത ഇലൈനൽ മക്കത ഔ അശദ്ദ മിൻഹാ. അല്ലാഹുവേ, മദീനയെ ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുത്തേണമേ. കമാ അഹ്ബബ്ത ഇലൈനൽ മദീന മക്കത ഔ അശദ്ദ മിൻഹാ. മക്കയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയതിനേക്കാൾ കൂടുതലായി മദീനയെ ഇഷ്ടപ്പെടുത്തണേ എന്ന് നബി തങ്ങൾ ഒരിക്കൽ ദുആ ചെയ്തത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പരിശുദ്ധമായ ഹറം ഷരീഫുള്ള കഅബയുള്ള മക്കയേക്കാൾ മദീനയെ ഇഷ്ടപ്പെടാമെന്നാണ്. രസകരമായ ഒരു സംഭവം മഹത്തുക്കൾ ഉദ്ധരിക്കുന്നു. ഒരിക്കൽ ആകാശവും ഭൂമിയും തമ്മിലൊരു സംവാദം ഉണ്ടായി. ആകാശവും ഭൂമിയും തമ്മിലൊരു സംവാദം ഉണ്ടായി. ഭൂമി പറഞ്ഞു, ഞാനാണ് ഏറ്റവും നല്ലത് നിന്നേക്കാൾ. കാരണം ഒരുപാട് മഹത്തുക്കളായ ആളുകൾക്ക് ഞാൻ ജന്മം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആകാശം പറഞ്ഞു, എത്രേ, ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കാരണം ഞാനല്ലേ മേലെ എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ഭൂമി പറഞ്ഞു, നീ മേലെ ആയതുകൊണ്ട് കാര്യമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനല്ലേ. അപ്പോൾ ആകാശം പറഞ്ഞു, എത്രേ, അതുകൊണ്ട് അങ്ങനെ അഹങ്കരിക്കണ്ട, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആകാശത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, കയറി വന്നിട്ടുണ്ട്. സമാ എന്ന് പറഞ്ഞാൽ തന്നെ കയറി എന്നാണ്. സമാ എന്ന ആകാശത്തിന് പേര് കിട്ടാനുള്ള കാരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗത്ത് ഈ സംഭവം കാണാം. സമാ എന്ന് പറയാൻ, ഉയർന്നത് എന്ന് പറയാനുണ്ടായ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ ഉയർന്നതാണ്. എന്നാൽ മിഅ്റാജിന് മുമ്പ് തന്നെ ആകാശത്തിന് ആ പേരിട്ട് വെച്ചിരുന്നു. കാരണം റബീഉൽ അവ്വൽ എന്നാൽ ഒന്നാം വസന്തമാണ് അതിൻ്റെ അർത്ഥം. ഒന്നാം വസന്തം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പേര് നേരത്തെ തന്നെ ഇട്ടുവെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് നബി തങ്ങൾ വരുന്നത്. തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. പുണ്യനബിയുടെ പേര് ബദർ എന്നാണ് സഹാബത്ത് ഉൾപ്പെടെ വിളിച്ചിരുന്നത്. ഇവിടെ ഒന്നും അവിചാരിതമായി സംഭവിക്കുന്നില്ലെന്നാണ്. എല്ലാം വിചാരിതങ്ങളാണ്, എല്ലാം വിചാരിതമായി സംഭവിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് കാണാം. അതുകൊണ്ട് പഠിക്കുക തന്നെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീരിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ തന്നെ ഒരുപാട് പറയണം. പുണ്യനബിയുടെ ഉമിനീരിൻ്റെ പ്രത്യേകത ആദ്യമായി മനസ്സിലാക്കുന്നത്
മദീനയിൽ ജീവിച്ചിരുന്ന മക്കയിൽ ജീവിച്ചിരുന്ന ഹാരിസ് ഇബ്നു കൽദ എന്നു പേരായ ഒരു വൈദ്യനാകുന്നു എന്ന് കാണാം. 6-ാമത്തെ വയസ്സിൽ അള്ളാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് നബിതങ്ങൾക്ക് ചെങ്കണ്ണ് രോഗം പിടിപെട്ടു. മക്കക്കാര് നബിതങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി യോഗം ചേർന്നിട്ട് ഗ്രീക്കിൽ പോയി വൈദ്യം പഠിച്ചു തന്ന അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ വൈദ്യനായ ഹാരിസ് ഇബ്നു കൽദ എന്ന മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അന്നത്തെ മക്കയിലെ മെഡിക്കൽ കോളേജാണ് ഹാരിസ് ഇബ്നു കൽദ എന്ന് പറയുന്ന ആള്. മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ കുട്ടിയെ ഇങ്ങനെ നിർത്തിയിട്ട് തല മുതൽ കാല് വരെ ഇങ്ങനെ പരിശോധിച്ചിട്ട് കുട്ടിയുടെ വായയിൽ നിന്ന് ഉമിനീരെടുത്ത് കണ്ണിൽ തേച്ചു കൊടുത്തു എന്നാണ്. പുണ്യനബിയുടെ ഉമിനീരിൻ്റെ പ്രാധാന്യത്തെ ആദ്യമായി തിരിച്ചറിയുന്നത് ഹാരിസ് ഇബ്നു കൽദ എന്ന പേരായ മക്കയിലെ മെഡിക്കൽ കോളേജാണ് എന്നു കാണാം. അവിടെ നിന്ന് തുടങ്ങുന്നതാണ് കണ്ണുനീരിൻ്റെ പ്രാധാന്യം, ഉമിനീരിൻ്റെ പ്രാധാന്യം, വിയർപ്പിൻ്റെ പ്രാധാന്യം. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിന് ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂവിൻ്റെ ഗന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തുകൊണ്ട് ചുവന്ന റോസാപ്പൂവിനെ അറിയാതെ തന്നെ ഇഷ്ടപ്പെട്ടു പോകുന്നു? അതിൻ്റെ ഒരു കാരണം നബിതങ്ങളുടെ ശരീരത്തിന് ചുവന്ന റോസാപ്പൂവിൻ്റെ സുഗന്ധമായിരുന്നു എന്ന് തന്നെയാണ്. പുണ്യനബിയോട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്കാണ് മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും താല്പര്യമുണ്ടാവുക. ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമെന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് അമ്പ് ഇങ്ങോട്ട് കൊണ്ടിട്ട് ആ അമ്പ് ഇങ്ങോട്ട് പറിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം പോന്നു. ഖതാദ റളിയല്ലാഹു അൻഹു ആ കൈ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നബി തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അള്ളാൻ്റെ റസൂലെ, പുതിയ പെണ്ണെട്ടിയതാണ് നബിയെ, ഭാര്യയുമായി വീട്ടിൽ കൂടിയിട്ടില്ല, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടില്ല. അപ്പോഴേക്ക് പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് പോകാനുള്ള വിളിയാളം കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോന്നതാ പുന്നാര നബിയെ. എങ്ങനെ കണ്ണില്ലാതെ ചെന്നാൽ എൻ്റെ പെണ്ണുങ്ങളടുത്തേക്ക് ബുദ്ധിമുട്ടല്ല, അതുകൊണ്ട് എനിക്കെൻ്റെ കണ്ണ് വേണമെന്ന് പറഞ്ഞു. ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കെൻ്റെ കണ്ണ് വേണം. അള്ളാൻ്റെ റസൂല് ചോദിച്ചു, ഖതാദ, നിനക്കിതിനു പകരമായി നാളെ സ്വർഗത്തിൽ വെച്ച് ഒരു കണ്ണ് പോരെയോ ഖതാദ? ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് ഇവിടുന്ന് ഈ കണ്ണും വേണം, പിന്നെ സ്വർഗത്തിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ ആ കണ്ണില്ലേ അതെനിക്ക് വേറെയും വേണമെന്ന് പറഞ്ഞു. അള്ളാൻ്റെ റസൂൽ ആ കണ്ണിങ്ങനെ എടുത്തിട്ട് വെച്ചിട്ട് ഉമിനീരെടുത്തിട്ട് തേച്ചു കൊടുത്തു. അയ്യൽ ഇബ്നു ജമാൽ എന്ന പേരായ സ്വഹാബിക്ക് ചൊറി ബാധിച്ച് നബിതങ്ങൾ എടുത്തു എന്നപ്പോൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീര് തേച്ചു കൊടുത്തു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പാമ്പ് കടിച്ചപ്പോൾ അള്ളാൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട ഉമിനീര് തേച്ചു കൊടുത്തു. ഉമിനീര് മാത്രം പഠിച്ചാൽ തന്നെ നബിതങ്ങളെക്കുറിച്ചുള്ള പഠനം അവസാനിക്കൂല എന്നാ. പഠിക്കുന്നതിനെയാണ് ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ. സംസ്കരണത്തിലേക്കുള്ള നന്മയിലേക്കുള്ള ഏറ്റവും എളുപ്പവഴി ഇഷ്കാണ്. ഒരു മനുഷ്യൻ നന്നാവാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് ഇഷ്ക് തന്നെയാണ്. ഇസ്ലാമിനെ 2 നിലക്ക് പഠിക്കാൻ പറ്റും. ഒന്നിങ്ങനെ ആയത്ത്, ഹദീസ്, ഇജ്മാ, ഖിയാസൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ ഇസ്ലാം പഠിക്കാം. വേറൊരു പഠനമുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങനെ പഠിച്ചാൽ അതിൽ ആയത്തും ഹദീസും ഇജ്മാവും ഖിയാസൊക്കെ ഉണ്ടാവും. സുഖകരമായ ഒരു പഠനം പുണ്യനബിയെ പഠിക്കലാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളോട് സ്വന്തം ശരീരത്തേക്കാൾ അടുത്തതാണ്. ശരീരത്തേക്കാൾ നബിതങ്ങൾ എങ്ങനെ അടുത്തു നിൽക്കുന്നു എന്നറിയണമെങ്കിൽ നബിതങ്ങളുടെ ശരീരം തന്നെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് ഇഷ്ടമുള്ളതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുമെന്നാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വാചാലമായി സംസാരിക്കുക നമുക്ക് ഇഷ്ടമുള്ള വിഷയത്തെക്കുറിച്ചാണ്. എന്നാൽ നബിതങ്ങളെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഇഷ്ടം. എനിക്ക് എൻ്റെ കണ്ണിനെക്കുറിച്ച് പറയാൻ കഴിയുന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിനെക്കുറിച്ച് പറയാൻ എപ്പോഴാണ് സാധ്യമാകുന്നത്? അന്നാണ് എൻ്റെ കണ്ണിനേക്കാൾ നബി തങ്ങളുടെ കണ്ണിനെ എനിക്കിഷ്ടമുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ ഓരോന്നും പഠിക്കണം. പഠിക്കുന്തോറും അത്ഭുതമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് ഇഷ്ടപ്പെട്ടോൻ തീരുമാനിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത്. പലരും പല കോലത്തിലാണ് ചെയ്തത്. സിദ്ദീഖ് റളിയല്ലാഹുവിന് നബി തങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ടായപ്പോൾ മദീനയിലേക്ക് ഹിജ്റ പോണ സമയത്ത് നബിയും സിദ്ദീഖ് റളിയല്ലാഹുവിനും ഇങ്ങനെ പോവുകയാണ്. ദിവസങ്ങളോളം ഉറക്കൊഴിച്ചിട്ട് നബി തങ്ങൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്, നടക്കാൻ വയ്യ. എന്നാലും ഇങ്ങനെ നടന്നിട്ട് എങ്ങനെയൊക്കെയോ സൗർ പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്തെത്തി. പക്ഷേ കയറ്റം കയറാൻ വയ്യ. സൗർ പർവ്വതത്തിൻ്റെ മേലെയുള്ള ഗുഹ എന്ന് പറഞ്ഞാൽ സാധാരണ കയറാൻ വയ്ക്കണമെന്നല്ല. നമ്മളിവിടുന്ന് ഹജ്ജിന് പോണ ആൾക്കാർ, ഉംറക്ക് പോണവരൊക്കെ സൗർ പർവ്വതത്തിൻ്റെ താഴെ ഇങ്ങനെ ചെന്നിട്ട് കൂടെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. കാണുന്ന വെളുത്ത മനുഷ്യന്മാരെ പോലത്തെ ഒരു സാധനം ഇങ്ങനെ കയറിപ്പോണ് കണ്ടില്ലേ, അവിടെയാണ് ആ ഗുഹ. ഇവിടെ നിന്ന് ദോരന്നാൽ മതി, അങ്ങോട്ട് കയറിയിട്ട് വലിയ ഫളീലത്തൊന്നും ഇല്ല എന്ന് പറയും സാധാരണ പറയണത്. ഇപ്പം അവിടെ ബംഗാളികൾ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് വേണമെങ്കിൽ കയറിപ്പോകാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ പറ്റാത്തതുകൊണ്ട് ഫളീലത്തില്ല എന്ന് പറയാണ്. അള്ളാൻ്റെ റസൂല് കയറിയോടത്തേക്ക് കയറണേന് ഫളീലത്തൊക്കെ ഉണ്ട്, ഇല്ലായിട്ടൊന്നല്ല. നമുക്ക് ബംഗാളികൾ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് പോലും കയറാൻ വയ്യാത്തതുകൊണ്ട് ഫളീലത്തൊന്നും ഇല്ല അറിഞ്ഞാണ്ട് താഴെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തങ്ങാണ്ട് മടങ്ങിപ്പോരലാണ് സാധാരണ പതിവ്. അങ്ങട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹുവിനും പോകുമ്പോൾ ക്ഷീണം കൊണ്ട് നബി തങ്ങൾക്ക് കയറ്റം കയറാൻ വയ്യ, തൊള്ളിച്ചു. ആര്? സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞ ആളുടെ ചിത്രം നമ്മളെ മനസ്സിൽ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. തടിയില്ലാത്തൊരു മനുഷ്യൻ, നീളമുള്ള തടിയില്ലാത്ത മനുഷ്യൻ, കവിൾത്തടം ഒട്ടിയ ആള്, കണ്ണ് കുഴിയിലേക്ക് പോയ ആള്, വെളുത്ത് താടിയുള്ള നീണ്ട മനുഷ്യൻ, അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ നല്ല ഒത്ത ശരീരമുള്ള മനുഷ്യൻ. നബി തങ്ങളെ തോളിലിരുത്തിയിട്ട് ആ മലമക്ക് ഇങ്ങനെ കയറി 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 കുറേണ്ട് എത്തിയാൽ നിരന്ന സ്ഥലം കണ്ടാൽ അവിടെ നബിനെ ഇരുത്തിയിട്ട് നബി നിങ്ങളിവിടെ ഇരിക്കട്ടോ ഞാൻ അപ്പം വരാമെന്ന് പറഞ്ഞാണ്ട് താഴെ വന്നിട്ട് ശത്രുക്കളാരേലും വരുന്നുണ്ടോ നോക്കിയിട്ട് രണ്ടാമത് പോയിട്ട് പിന്നെയും തോളിലിരുത്തിയിട്ട് ബാക്കി കയറും. അങ്ങനെ കയറി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മേലെ ചെന്നിട്ട് മാളത്തേക്ക് ഗുഹയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ ചെറിയ ഓട്ടകൾ കാണാണ്ട് പഠിച്ചോനെ വല്ല പാമ്പോ തേളോ ഉണ്ടാവുമോ എന്ന് തോന്നിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങളിവിടെ ഇരിക്കി ഞാനൊന്ന് പോയോക്കട്ടെ എന്ന് പറഞ്ഞ് ചെന്നിട്ട് തൻ്റെ വസ്ത്രത്തിൽ നിന്ന് കീറിയെടുക്കാൻ പറ്റുന്ന അത്രയും ഭാഗം കീറിയിട്ട് ഓരോ ഓട്ടി അടച്ചു. അവസാനം ഓരോ ഓട്ട ബാക്കിയായപ്പോൾ അതിലേക്ക് തള്ളാൻ വിരൽ ഇങ്ങനെ തിരികെ വെച്ചിട്ട് നബിയെ ഇങ്ങോട്ട് വരീന്ന് പറഞ്ഞു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ക്ഷീണം കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മടിയിൽ തലവെച്ചിട്ട് ഇങ്ങനെ കിടന്നപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി. നബി തങ്ങളെ കാണാൻ വേണ്ടി വന്ന ഒരു പാമ്പ് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലിൽ അതിശക്തമായി കൊത്തി. ഇത് പാമ്പാണ് കൊത്തുന്നതെന്നറിയാം, പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹുവിന് കാലെടുത്തില്ല. അറിയാതെ സിദ്ദീഖിൻ്റെ കണ്ണിൽ നിന്ന് ഇറ്റി വീണ രണ്ടിറ്റ് കണ്ണുനീര് നബി തങ്ങളുടെ പൂമുഖത്ത് വന്നു. ഞെട്ടി ഉണർന്നു. എന്തേ സിദ്ദീഖെ പറ്റിയെന്ന് ചോദിച്ചു. അങ്ങനെ അവസാനം പരിഹാരമൊക്കെ ഉണ്ടായി. ഞാനിത് പറയണത് ഇഷ്ക് കൂടിയാൽ പാമ്പിൻ്റെ മുമ്പിൽ കാല് വെക്കാമെന്ന് ഏതെങ്കിലും ആയത്തിലുണ്ടോ എന്ന് ചോദിക്കാനാണ്. ഏതെങ്കിലും ഹദീസിലുണ്ടോ ഇഷ്ക് കൂടിയാൽ പാമ്പിൻ്റെ മുമ്പിൽ കാല് വെക്കാം? അത് ആഷിക്ക് തീരുമാനിക്കണം എന്താ ചെയ്യേണ്ടതെന്ന്. അത് ആഷിക്കിൻ്റെ തീരുമാനമാണ്. ഇഷ്ക് കയറാത്തവനെ സംബന്ധിച്ച് ഇത് മനസ്സിലാവില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഇഷ്കില്ലാത്തോ അങ്ങനെ പറയാണ് ആഷിക്ക് ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, ABCDEFG ഇന്നതൊക്കെ ചെയ്യണം ആഷിക്ക് എന്ന്. അതിലൊരു അർത്ഥമില്ല. അത് ആഷിക്കാണ് തീരുമാനിക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന്. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇഷ്ക് കയറി. നബി തങ്ങൾ ആയിഷാ ബീവിൻ്റെ വീട്ടിൽ രോഗബാധിതനായി കിടക്കുകയാണ്. ആ സമയത്ത് അല്പം ഒന്ന് ആശ്വാസം ഉണ്ട് എന്ന് തോന്നിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയി. നബി തങ്ങൾ അപ്പോഴാണ് വഫാത്തായത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പം സ്ഥലത്തില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഇഷ്കൊണ്ട് തന്നെ ഉൾക്കൊള്ളാൻ പറ്റണില്ല. നബി തങ്ങൾ വഫാത്താകെ മൂപ്പള് വാളുകൊണ്ട് എടുത്തിട്ട് ആയിഷാ ബീവിൻ്റെ പെരൻ്റെ മുമ്പിൽ വാളിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബി വഫാത്തായി എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓൻ്റെ ഓടലുമ്മ തല ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും വന്നിട്ട് തടിച്ചുകൂടി ഇങ്ങനെ നിന്നു. അവസാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകാണ്ട് നേരെ മദീനത്തെ പള്ളി കയറി നിസ്കരിക്കുന്ന സമയത്ത് ഒരടിമ ഓടി വരുന്നുണ്ട്. ഓടി വരുന്ന കണ്ടപ്പോൾ തന്നെ സംഗതി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് ആ തൂഫിയ റസൂലുള്ളാഹ് അള്ളാൻ്റെ റസൂൽ വഫാത്തായോ എന്ന് ചോദിച്ചു. അടിമക്ക് ഉത്തരം പറയാൻ പറ്റണില്ല. വേഗത്തിൽ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കണ്ട രംഗതാണ്. എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വാതിൽക്ക് ഉമർ ഖത്താബ് വാളേറ്റ് നിൽക്കുന്നുണ്ട്. അകത്തേക്ക് കയറിപ്പോയി നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറ്റിയിട്ട് പുണ്യനബി വഫാത്തായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി 2 കണ്ണുകളിലും ചുംബനമർപ്പിച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഉമറെ
ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നവനാണെങ്കിൽ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനാണെങ്കിൽ തീർച്ചയായും അള്ളാഹു മരിക്കാതെ എന്നെന്നും അവശേഷിക്കുന്നവനാണ് ഉമറേ എന്ന് പറഞ്ഞപ്പോൾ വാളൊറേക്കിട്ടിട്ട് അവിടെ നിന്നാണ് പോയി. തൻ്റെ മഅ്ശൂഖ് മരണപ്പെട്ടതിൻ്റെ വഫാത്തായതിൻ്റെ പേരിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ തലെടുക്കുമെന്ന് പറയാൻ പാടുണ്ടോ? അതേത് ഹദീസിലുള്ളത്? അത് ആഷിഖാണ് തീരുമാനിക്കേണ്ടത്, എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത് അത് തീരുമാനിക്കണം. ഉസ്മാൻ റളിയല്ലാഹുവിന് ഇഷ്കുണ്ടായി. എപ്പോഴേ? മഹാനവറുകൾ ഭരണം നടത്തുന്ന സമയത്ത് ഒരു ഗവർണറുടെ കാര്യത്തിൽ തർക്കമുണ്ടായി. ഗവർണറെ മാറ്റണം എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിനെ ഒക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുന്ന ആളാണ്. മൂപ്പര് പറഞ്ഞു മാറ്റിക്കോളാറുന്നു. വന്നവർ പറഞ്ഞു ഇപ്പം തന്നെ മാറ്റണം എന്ന് പറഞ്ഞു. ചങ്ങായിമാരെ ഞാൻ മാറ്റിക്കോളാം ഒന്ന് ആലോചിക്കട്ടെ പറഞ്ഞു. ഞങ്ങൾ അതൊക്കെ ശരിക്കും ആലോചിച്ചിട്ടാണ് വരുന്നത്, മാറ്റിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ കമ്മിറ്റി വേണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന് പറഞ്ഞു ചങ്ങായിമാരെ ഞാനൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കും, നിങ്ങൾ അതിനുള്ളൊരു സമയം തരികയായിരുന്നു, കൊടുത്തില്ല. അവസാനം മഹാനവറുകളുടെ കൊട്ടാരം വളഞ്ഞു നിന്നു ശത്രുക്കൾ. ആ സമയത്ത് പ്രമുഖരായ സ്വഹാബികൾ ചെന്നിട്ട് പറഞ്ഞു ഉസ്മാനെ, ഞങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ വീടിൻ്റെ പിൻവശത്തൂടെ നിങ്ങൾക്ക് ഒരു വഴി ഒരുക്കി തരാം. നിങ്ങൾ ഒന്നിൽ മക്കയിലേക്ക് പോവുക, എന്നിട്ട് നിങ്ങളെ കുടുംബക്കാരൊപ്പം സുഖമായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കൂഫയിൽ പോയി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന ശക്തനായ ഗവർണർ അവിടെയുണ്ട്, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിങ്ങൾ ഭരണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പുണ്യനബി ഉറങ്ങിക്കിടക്കണം മദീനത്ത് നിന്ന് ഞാൻ എവിടേക്കും പോകൂല എന്നായിരുന്നു. വെട്ടി ശത്രുക്കളെ രക്തം ഒഴുകിയിട്ട് മഹാനവറുകൾ ഇങ്ങനെ കിടക്കാണ്. മഗ്‌രിബി ബാങ്കിൻ്റെ സമയമായപ്പോൾ മദീന പള്ളിയുടെ മിനാരത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേട്ടു, ഉസ്മാനേ വെള്ളം വേണോ? നോക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പുന്നാര നബിയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിയിട്ട് നോമ്പ് തുറന്നു വഫാത്തായി സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇഷ്കണ് കയറിയപ്പോൾ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകൂല. ബിലാൽ റളിയല്ലാഹുവിന് ഇഷ്കണ് കയറിയപ്പോഴോ ഞാൻ ഇവിടെ നിൽക്കൂല. രണ്ടാക്കും കയറിയത് ഇഷ്കന്നല്ലേ. ബിലാൽ റളിയല്ലാഹുവിന് എന്തേ പറഞ്ഞു? ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹുവിന് നബി തങ്ങൾ വഫാത്തായപ്പോൾ ഇഷ്ക് കയറി. മഹാനവറുകൾ പറഞ്ഞു ഞാൻ ഈ മദീനത്ത് നിൽക്കണ പരിപാടിയില്ല എന്ന് മാത്രമല്ല അങ്ങോട്ട് വരൂല്ല. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെയും ശേഷം ആ കാലത്തോ അതിന് ശേഷമാണ് മഹാനായ ബിലാൽ റളിയല്ലാഹുവിന് ഒരിക്കൽ മദീനത്തേക്ക് വന്നത്. മൂപ്പര് വരാൻ തന്നെ തയ്യാറല്ല. രണ്ടാൾക്കുള്ള ഇഷ്കാണ്. ഒരാൾ ഞാൻ മദീനത്തു നിന്ന് പോകൂല, വേറൊരാൾ ഞാൻ മദീനത്തേക്ക് വരൂല. അപ്പം മദീനത്തു നിന്ന് പോകാതിരിക്കുക വേണ്ടത് അതോ മദീനത്തേക്ക് വരാതിരിക്കുക വേണ്ടത്? അത് ആഷിക്കാ തീരുമാനിക്കേണ്ടത് ഏതാ വേണ്ടത്? അത് ഇഷ്കുള്ളവനാ തീരുമാനിക്കേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന്. ഇഷ്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉണ്ടായാൽ ഓൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് ഇഷ്ക് നന്മയിലേക്കുള്ള ധർമ്മത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം, അത് വളരെ എളുപ്പമുള്ളൊരു വഴിയാണ്. ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ട ധാരാളം സംഭവങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു കിതാബുൻ നിഫാഖിൽ ഒരു മനുഷ്യൻ്റെ കഥ പറയുന്നുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നബിയുടെ സംസാരം അത്തരാണ്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഒരാൾ മെല്ലെ നീച്ചുപോയി. ഒരാൾ മെല്ലാണ്ട് എഴുന്നേറ്റ് പോയ ആ മനുഷ്യൻ പിന്നെ ജൂതനായി, ജൂതമതം സ്വീകരിച്ചു. അയാൾ ജൂതനായി. ജൂതന്മാർക്കിടയിൽ വലിയ നേതാവായി അയാൾ വാണരുളി. അവസാനം അയാൾ മരിച്ചു. മരിച്ചപ്പോൾ ജൂതന്മാർ അയാളെ കൊണ്ടുപോയിട്ട് ജൂത ശ്മശാനത്തിൽ മറവ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ വേറൊരാൾ മരിച്ചിട്ട് പോലും മറയാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ഇന്നലെ മറ ചെങ്ങായിൻ്റെ കബറിൻ്റെ പുറത്ത് കിടക്കണം. ഓല് വേറൊരു കബറുണ്ടാക്കിയാണ്ട് അതിൽ മറ ചെയ്തു. മൂന്നാം ദിവസം ചെന്ന് നോക്കുമ്പോൾ മൂപ്പരുണ്ട് പുറത്ത്. വീണ്ടും ഒരു കബറുണ്ടാക്കിയിട്ട് അതിൽ മറ ചെയ്തു. നാലാം ദിവസം ചെന്ന് നോക്കുമ്പോൾ പുറത്തുണ്ട്. അവസാനം കള്ളിമുള്ളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ആ മനുഷ്യനെ വലിച്ചെറിഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയവനെ മറക്കിരുന്നാൽ വിഴുങ്ങുന്ന മണ്ണ് വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് പുറത്തേക്കൊണ്ട് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ ആവേശം. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനുഷ്യനെ വളരെ വേഗത്തിൽ നന്നാക്കുന്ന ഒരു ആവേശമാണ്. എളുപ്പം നന്നാവാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇഷ്കിൻ്റെ വഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഇഷ്ക് വന്നാൽ സ്വാഭാവികമായിട്ടും പാട്ട് വരും. ഇഷ്ക് വന്നാൽ പാട്ട് വരും. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഇഷ്ക് വന്നപ്പോൾ പാട്ട് പാടി.
അപ്പോൾ ചിലവർക്ക് പാട്ട് ഉള്ളിലുള്ളവർക്ക് ഇഷ്ക് വന്നാൽ പാട്ട് വരും. അപ്പോൾ പൈസ പോക്കറ്റിലുള്ളവർ സമ്മാനം കൊടുക്കും. അങ്ങനെയാണ് നബിദിനത്തിന് കുട്ടികൾ ഇങ്ങനെ പാടും. അപ്പോൾ കീശയിൽ ഇങ്ങനെ പൈസ ഉള്ളവർ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കും. അങ്ങനെയാണ്. അത് രണ്ടും ഇഷ്ക് തന്നെയാണ്. പാടലും ഇഷ്ക് തന്നെയാണ്, ഇതിങ്ങനെ എടുത്തു കൊടുക്കലും ഒക്കെ ഇഷ്ക് തന്നെയാണ്. അപ്പോൾ ഇഷ്ക് വന്നോൻ തീരുമാനിക്കണം എന്താണ് വേണ്ടത് എന്ന്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്കൊരു വളർത്തു പൂച്ച ഉണ്ടായിരുന്നു. ഞാൻ തന്നെ എൻ്റെ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കും, വെള്ളം കൊടുക്കും, എപ്പോഴും കൂടെ കൊണ്ടു നടക്കും. അങ്ങനത്തെ ഒരു പൂച്ച. ഒരിക്കൽ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി വരുമ്പോൾ വഴിയിൽ ഞാൻ ഒറ്റപ്പെട്ടു. മുനാഫിക്കുകൾ എന്തോ എന്നെപ്പറ്റി വേണ്ടാത്തത് പറഞ്ഞു വരുത്തിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഒരു തീരുമാനം വന്നതിന് ശേഷം ഇനി ആയിഷയോട് മിണ്ടിയാൽ മതി എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിതങ്ങൾ എന്നോട് മിണ്ടാതിരുന്ന അത്രയും ദിവസം എൻ്റെ വളർച്ചുപൂച്ച എൻ്റെ അടുക്കൽ വന്നതുപോലുമില്ല. അള്ളാൻ്റെ റസൂല് മിണ്ടണ്ട എന്ന് തീരുമാനിച്ച ഒരു മനുഷ്യനോട് മിണ്ടാൻ, മിണ്ടാ പ്രാണി എന്ന് നമ്മൾ പറയുന്ന പൂച്ച പോലും തയ്യാറായില്ല എന്ന് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മദീന നമ്മുടെ ഒരു ആവേശമാണ്. മദീന എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിൻ്റെയും പരിഹാരമാണ്, എല്ലാറ്റിൻ്റെയും പരിഹാരമാണ്. ആശിക്കുകൾ അങ്ങനെ ജീവിച്ചു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു താൻ മറവെട്ട് കിടക്കുന്ന ഖബറുള്ള സ്ഥലത്ത് നിന്ന് 40,000 ഖത്തം തീർത്ത ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് ഖസീദത്തുൻ നുഅ്മാനിയ എന്ന ഒരു കിതാബുണ്ട്, ഒരു ബൈത്തുണ്ട്. പുണ്യനബിയെ മദ്ഹ് ചെയ്യുന്ന ഒരു ബൈത്തുണ്ട്. ആ ബൈത്തിൻ്റെ അവസാനത്തെ സ്വലാത്തു സലാമിന് മുമ്പ് 50ാമത്തെ വരിയിൽ മഹാനവറുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അള്ളാൻ്റെ റസൂലേ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എനിക്ക് പ്രതീക്ഷ ഉള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് അങ്ങയുടെ ശഫാഅത്താണ്. ആത്മഹർഷം തുടികൊട്ടുന്ന നാളിലെ ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ്റെ ശക്തികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഓർമ്മശക്തിയാണ്. മനുഷ്യൻ്റെ ശക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഓർമ്മശക്തിയാണ്. എന്നാൽ സിറാത്ത് പാലത്തിൻ്റെ അടുക്കൽ വെച്ച് എല്ലാവരും മറക്കും. എല്ലാവരും മറക്കും. വാപ്പ മക്കളെ അന്വേഷിക്കുക, മക്കൾ വാപ്പാനി ഉമ്മാനി അന്വേഷിക്കുക പാലം കടന്നതിന് ശേഷമാണ്. പാലം കടക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ മാത്രമേ നമ്മളെ ഓർക്കുള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്ശഫാഅത ഹബിലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖൻ വഹ്ലനാ ഇൻ ളാഅയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു അല്ലഫൽ അലിഫു നിദാമ മദ്ഹി അലൽ അലിയൽ അവല സുതുരി ബിസ്മിൽ ലാഹി ബദ് അൽ ഖാലിഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അഹ്മദുല്ലാഹ മുസല്ലി മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ആൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ബലഗൽ മുദ്ദഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗുൻ യശറ മാഉ ബിമാ ഫിൽ ബാലിബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് താഹ ഖൽബി മുദ്
أتيت وادي النقف ما تبعا وداد طه تاليا لتالتا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. സഹോദരങ്ങളെ, നമ്മളിങ്ങനെ മുത്തല്ലിമീങ്ങളാണ് തോന്നുള്ളത്. നമ്മളാ ഇരിക്കുന്നിടത്തൊന്ന് ഇളകിയിട്ട് ഇങ്ങനെ ചെല്ലിയാൽ ഒരു ഉഷാർ കിട്ടും. എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ ഇളകിയിട്ട് ചെല്ലിയാൽ. ഇത് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയിട്ട് ഹജ്ജൊക്കെ കഴിഞ്ഞ് സിയാറത്തും കഴിഞ്ഞിട്ട് മദീനയോട് യാത്ര പറയുമ്പോൾ അവിടെ നിന്ന് പോരാൻ വയ്യായിട്ട് പാടിയ ഒരു പാട്ടാണ്. പാട്ട് എന്ന് പറഞ്ഞത് മനുഷ്യന് ഉന്മേഷം വരുമ്പോഴും ആവേശം വരുമ്പോഴൊക്കെ ചെയ്യുന്നതും ചെയ്താൽ ഉന്മേഷം വരുന്നതാണ്. സഹാബികൾ വന്നിട്ട് നബിനോട് ചോദിച്ചു, പുണ്യ നബിയെ, സ്വർഗത്തിൽ പാട്ടുണ്ടാവുമോ ചോദിച്ചു. അള്ളാൻ്റെ റസൂലെ, സ്വർഗത്തിൽ പാട്ടുണ്ടാവുമോ? അഫിൽ ജന്നത്തി സമാഉ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബ, ഫിൽ ജന്നത്തി സമാഉൻ, സ്വർഗത്തിൽ പാട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹാബിക്കൊരു സംശയം, പൊന്നാര നബിയെ, ആ പാട്ട് എങ്ങനെ ഇക്കാരെന്ന് ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സഹാബ, സ്വർഗാവകാശികൾക്ക് ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി തോന്നുമ്പോൾ സ്വർഗത്തിൽ പാട്ടുപാടാനായിട്ടുള്ള ഒരു കാറ്റുണ്ട്. ആ കാറ്റിനെ അള്ളാഹു വിളിക്കുകയും ഒരു പാട്ട് പാടാൻ പറയുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലെ മുളങ്കാട്ടിലേക്ക് അത് പ്രവേശിക്കുകയും മനോഹരമായ ഒരു പാട്ട് പാടുകയും അപ്പോൾ സ്വർഗത്തിലെ മറ്റു മരങ്ങളെല്ലാം പ്രകാശിക്കുകയും ചെയ്യുമെന്നാണ്. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. ശരിക്കും മുള എന്ന് പറയുന്ന സാധനം ദുന്യാവും തന്നെ പാട്ട് പാടുന്ന സാധനമാണല്ലോ. അതെന്തു പാട്ടാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വലിയൊരു പ്രശ്നമാണ്. മുളയുടെ പാട്ടിനെ ഉമറുൽ ഖയ്യാം വളരെ മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്. ഒരു മുളയിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ തള്ളയിൽ വെച്ച് അത് ഉരതിയാൽ ഒരു പാട്ടുണ്ടാകും. രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് പോകാനുള്ള തൗഹീദിൻ്റെ കരച്ചിലാണ് യഥാർത്ഥത്തിൽ മുളയുടെ ശബ്ദമെന്ന് ഉമറുൽ ഖയ്യാം വളരെ മനോഹരമായി വിശദീകരിച്ച് കാണാം. അപ്പോൾ ആ സഹാബിക്കൊരു സംശയം, നബിയെ, സ്വർഗത്തിൽ വേറെ പാട്ടുണ്ടാവും അതല്ലാത്തെ? അപ്പോൾ പറഞ്ഞു, ഉണ്ടല്ലോ പറഞ്ഞു. സ്വർഗത്തിൽ വേറെയും പാട്ടുണ്ട്. സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കാൻ തോന്നുമ്പോൾ അള്ളാഹു തആല ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കും. ശബ്ദം എന്ന മോചിതത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ആളാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാം. പ്രകാശത്തിൻ്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരാൻ വേണ്ടി പറയും. ദാവൂദ് നബിനെ അതിൽ കയറ്റി നിർത്തിയിട്ട് ഒരു പാട്ട് പാടും. ഏത്? അർറഹ്മാനു അല്ലമൽ ഖുർആൻ. സ്വർഗമാകെ ഇങ്ങനെ ഇളകി മറിയുന്ന. അപ്പം മൂപ്പർക്കൊരു സംശയം, നബിയെ, സ്വർഗത്തിൽ ഇനി വേറെ പാട്ടുണ്ടാവുമോ ചോദിച്ചു. ഉണ്ടല്ലോ പറഞ്ഞു. താരാട്ടുപാടാൻ തോഴികൾ അടുത്തുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ അടുത്തുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട്. അതുകൊണ്ട് ഉമറുൽ ഖാഹിരി മദീനത്ത് നിന്ന് യാത്ര പറഞ്ഞിട്ട് ഇങ്ങനെ പോരാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മീമും വഹമീമും വദാലുൻ മലഅൻ കുല്ലിൽ മഖാം മഖാമ ഔ അദ്ന ഇഖ്തിഫാശു عوري للكمال ما لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. نون حكت أثناءها ثناء منها واجب نونا حكت نونا رآذ نوني مما نالنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. لسلمى سلمت أحبابها من السواء وهل لمن منها ولاية على المنوال لا إله
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ആദിൻ ഹുദാഹു ഖദ് ഹദാ മാൻ ഇഖ്തദാ സുബുലൽ ഹുദാ هدى شفيعا شيبت به فاستقم ما لها لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لاح نور حائما لا إلى غير يميل لا عيال لا رئال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يا إلهي صل سلم مع تحيات على ياسين سر الذات ما استهتر الأولياء ليال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنا أهوى الآل والأولاد والأصحاب والأقطاب والأوتاد والأبدال ما الختام تام لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അസ്ർ നിസ്കാരം ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കാൻ മറക്കരുത്. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.